എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡിവൈൻ ഫെമിനിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരം, അത് ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അവരിലേക്ക് ഡിവൈൻ മസ്കുലിൻ എനർജി ഒരുപാട് ട്രിഗറിങ്ങും പെയിനും ആ ഒരു സഫക്കേഷനും അത്തരത്തിലുള്ള വേദനകളെല്ലാം ഇങ്ങനെ കൊടുക്കുമ്പോൾ മെജോറിറ്റി ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ ഒരു ചോദ്യമാണ്, ഇത് എന്ത് ജേണിയാണ്, എന്ത് തരത്തിലുള്ള ഇത്രയും ഒരു റിയലൈസേഷൻ, ഒരു സോളിൻ്റെ ഒരു ഹാഫാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ഡിവൈൻ മസ്കുലിൻ എനർജി എന്തുകൊണ്ടാണ് ഇത്രത്തോളം ട്രിഗറിങ് ആയിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അപ്പുറത്തെ ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടും പ്രോത്സാഹനവും നല്ല സജഷൻസും ഒക്കെ തന്നെ എന്നെ മുമ്പോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ജേണി കുറച്ച് ടഫാണ്, വളരെ പെയിൻഫുള്ളാണ്. അതിന് ഉപരി അതൊരു സീക്രട്ട് കണക്ഷനാണ്, അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിന് ഉള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ജേണിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ട് സോളുകൾ തമ്മിൽ ഒന്നാണെന്നുള്ള റിയലൈസേഷൻ അവർക്ക് വരുത്തിക്കൊണ്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ എല്ലാം കടത്തിക്കൊണ്ട് പോയി ഒരു അവേക്കനിങ് അസെൻഷൻ പോലത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എല്ലാം കടത്തിക്കൊണ്ട് പോയതിന് ശേഷം ഒന്നുകിൽ ഫിസിക്കൽ യൂണിയൻ വഴി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ യൂണിയൻ വഴി അവർക്ക് ഒരു സോൾ മിഷൻ ഉണ്ട്, ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ അവരിൽ വന്നെത്തിയതിന് ശേഷം പ്രപഞ്ചശക്തി എന്താണ്, അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആയുധം പോലെ ഒരു ടൂളായിക്കൊണ്ട് ഈ ഒരു ലൈഫ് ടൈമിൽ പ്രപഞ്ചശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതാണ് ഈ ഒരു ജേണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിസിക്കൽ വേൾഡിൽ, കാരണം ആ ഒരു 3D വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും പോകെ ഒരുപാട് ഹീലിംഗ് പ്രോസസ്സ്, ആ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ അസെൻഷൻ അല്ലെങ്കിൽ സോളിനുള്ള ഉണ്ടാകുന്ന ആ ഒരു ഇവോൾവിങ് ഗ്രോത്ത് എല്ലാം കൂടെ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഷിഫ്റ്റിങ് അല്ലെങ്കിൽ ഹൈ വൈബ്രേഷനിലേക്കൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഡയമെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസിൽ നിന്ന് പല ഡയമെൻഷനിലേക്കും യാത്ര ചെയ്യുകയും ആ ഒരു സോളുകൾ തമ്മിൽ ഒരു സോൾ മെർജിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ഭാഗ്യമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭൂതി ഒക്കെ നമുക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ അതിന് ഈ ഒരു രണ്ട് സോളുകളുടെ ഇടയ്ക്ക് നിൽക്കുന്നത് ഈശ്വരീയ ചൈതന്യമാണെന്നുള്ള വലിയ സത്യം ഉൾക്കൊള്ളുക, അങ്ങനെ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരം, അത് സ്ത്രീ ആവാം പുരുഷനാവാം, ഞാനിവിടെ എനർജി മാത്രമാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള ട്രിഗറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് അവരിലേക്ക് ഒരുപാട് കൊടുക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സൺ എനർജിയാണ്. അപ്പോൾ അവരെന്ത് ആക്ഷൻ എടുത്താലും അവർ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ ആ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് അവർ ആക്ഷൻസ് എല്ലാം എടുക്കുന്നത്. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഡിവൈൻ ഫെമിനിൻ എനർജി ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ട്രിഗറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വൺ ആഫ്റ്റർ ദി അതർ എന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഡിവൈൻ മസ്കുലിൻ എനർജിയിൽ ഒരുപാട് ഹീലിംഗ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പെയിൻ അവരുടെ ഉള്ളിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് അതിലേക്കൊന്നും നോക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് ഹീല് ചെയ്യുവാനോ അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിലേക്ക് ഒന്ന് സറണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഈഗോയ്ക്ക് ഒരു ഡെത്ത് സംഭവിക്കുന്ന രീതിയിലേക്കൊന്ന് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവർക്ക് അവരെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് നോക്കാൻ ഭയമാണ്, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം അവർ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ സമൂഹം അവരെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ പെരുമാറുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ്.
അപ്പോൾ സമൂഹം ഇങ്ങനെ ആ ഒരു നോംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട് ആ ഒരു പുരുഷ മേധാവിത്വം ആ ഒരു രീതിയിൽ ആ ഒരു കാര്യങ്ങളെ ഒക്കെ നോക്കി അവരെ അത്തരത്തിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് എത്ര പെയിൻ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിച്ചുകൂടാ, അല്ലെങ്കിൽ നമ്മളങ്ങനെ കരഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമ്മൾ വളരെ വൾണറബിൾ ആയിക്കൂടാ, വളരെ സ്കേർഡ് ആയിക്കൂടാ. അത്തരത്തിൽ ഒക്കെ അവരിങ്ങനെ അവരുടെ ഇമോഷൻസിനെ എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവരതിലേക്കൊന്നും വളരെയധികം ഫോക്കസ്ഡ് ആവാതെ അവർ അടുത്തടുത്തടുത്ത ആക്ഷൻ കൊണ്ട് നമുക്ക് സമൂഹത്തിൽ നമുക്കൊരു വില അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ പല കാര്യങ്ങളും അവരിങ്ങനെ നമ്പ് ചെയ്ത് അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് അവർ ഇമോഷൻസിനെ എല്ലാം താഴ്ത്തി വെച്ചുകൊണ്ട് അവർ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ ഇത്തരത്തിലെ ഒരു സിറ്റുവേഷൻ അവരുടെ മുമ്പിൽ വരുന്ന സമയത്ത് അവർ പൂർണ്ണമായിട്ടും അതിന് ഡിസ്കാർഡ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ ഒഴിവാക്കി കളയാൻ, അല്ലെങ്കിൽ അത് ഒഴിവായി പോകുന്നില്ലെങ്കിൽ മാക്സിമം എതിരെ നിൽക്കുന്ന ആ ഒരു ആൾ എന്ത് ഡിവൈൻ ഫെമിനിൻ എന്ന് പറഞ്ഞാലും അവർക്ക് മാക്സിമം പെയിൻ കൊടുത്ത് അവരെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള ആ ഒരു പെയിനെ അവർക്ക് നോക്കാനായിട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു ഈഗോ അവരെ അനുവദിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഒരുപാട് അബാൻഡൻഡ് ഇഷ്യൂസ്. അത് കുട്ടിക്കാലം മുതൽ ചിലപ്പോൾ പലർക്കും പലതരത്തിലാവാം ആ ഒരു സാഹചര്യങ്ങൾ. ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആവാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് രക്ഷകർത്താക്കൾ നല്ല രീതിയിൽ നോക്കാത്തതിൻ്റെ ഒരു കാര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് മുതിർന്ന ആളുകൾ അവർ തെറ്റ് ചെയ്യാതെയും തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ മുദ്രകുത്തി ആ ഒരു രീതിയിൽ കുറ്റപ്പെടുത്തലിൻ്റെ ആ ഒരു വേദനയും ആ ഒരു ഹീറ്റും പ്രഷറും ഒക്കെ അവരുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള അല്ലെങ്കിൽ അവരൊരുപാട് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ആരെങ്കിലും മനസ്സ് തുറന്ന് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുകയും പക്ഷേ എതിരെ നിൽക്കുന്ന ആൾ വളരെയധികം കാർമിക്കാണെന്ന് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത്തരത്തിലുള്ള കാർമിക്കായതുകൊണ്ട് ഇവർ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് വളരെ തിക്തമായിട്ടുള്ള വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഇവരിൽ കിട്ടുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പിന്നെ അവർ ഓപ്പണപ്പ് ആവാതെ ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയും അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോയാൽ ഞാൻ എന്നെ തന്നെ ആ ഒരു രീതിയിൽ തുറന്ന് അത്തരത്തിൽ വളരെ ആ ഒരു മൈ ബോട്ടം ഓഫ് ദ ഹാർട്ട് എന്നുള്ള രീതിയിൽ വളരെ രീതിയിൽ ആ ഒരു സ്നേഹം ആരിൽ നിന്നെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിന്നാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്നുണ്ടാവും എന്നുള്ള രീതിയിൽ വലിയ ആ ഒരു അബാൻഡൻഡ് ഇഷ്യൂസ് ഒരുപാട് അവരുടെ ഉള്ളിലുണ്ടായതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിവൈൻ കൗണ്ടർ ഹാഫ് ഒക്കെ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ചെല്ലുമ്പോൾ പൂർണ്ണമായിട്ടും അവരെ ഡിസ്കാർഡ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ മാക്സിമം അവർക്ക് പെയിൻ കൊടുത്ത് അവരെങ്ങനെങ്കിലും ജീവനം കൊണ്ട് ഓടിപ്പോകുന്ന രീതിയിലുള്ള മാക്സിമം കാര്യങ്ങൾ അവരവിടെ കോൺക്രിയേറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആ ഒരു പ്രവണതയാണ്. ലോജിക് എന്ന് പറയുമ്പോൾ നോർമലി നമുക്കറിയാം ആ ഒരു ഡിവൈൻ്റെ ഓർക്കസ്ട്രേഷൻ അല്ലെങ്കിൽ ഈശ്വരീയ ജീവിതത്തിൻ്റെ ആ ഒരു ഓർക്കസ്ട്രേഷൻ വെച്ചിട്ട് ഇൻഫ്ലെയിം ജേർണിയിൽ എപ്പോഴും ഒരു 100 പേരെ എടുത്താൽ 95% ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് ഒരു ഏജ് ഗ്യാപ്പ് കൂടുതലാണ് ഡിവൈൻ മസ്കുലിൻ എനർജിയെക്കാട്ടിലും. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു കോക്രിയേഷൻ അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു കാർമിക് റിലേഷൻ പോലെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമല്ല. അതിൻ്റെ അപ്പുറത്ത് ആ ഒരു 2 സോളുകൾ തമ്മിൽ വളരെ ഹീലായിക്കൊണ്ട് അവരുടെ മിഷൻ അല്ലെങ്കിൽ ഒരു സോൾ കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരീയ ചൈതന്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നൊരു കാര്യം വരുമ്പോൾ അതിന് അത്രയും സമയം ആ ഒരു ഡിവൈൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കും. അതിങ്ങനെ ഈശ്വരീയ ചൈതന്യം അതിനെ നോക്കിക്കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാലതാമസം നമ്മൾ എത്ര ഹീലിംഗ് വർക്ക് ഫാസ്റ്റായിട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പോകും. പക്ഷേ എല്ലാവർക്കും അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, കാരണം ആ ഒരു സാഹചര്യങ്ങൾ അങ്ങനെ. അതുമാത്രമല്ല നമ്മളുടെ കർമ്മ ബേസ്ഡ് മുന്നേ ഉള്ള ജന്മത്തിൽ നമ്മളുടെ കർമ്മത്തിൻ്റെ ആ ഒരു ബാഗേജ് എത്രയും നിൽക്കുന്നുണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു ഏജ് ഗ്യാപ്പ് ഒക്കെ ഇവിടെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ മസ്കുലിൻ എനർജി ഡിവൈൻ മസ്കുലിൻ എനർജി എന്ന് പറയുന്നത് എല്ലാം വളരെ ലോജിക്കായിട്ട് നോക്കുമ്പോൾ അവർ ഏത് രീതിയിൽ ഒരു ഇൻട്രാക്ഷൻ നടത്തുമ്പോഴും അവർ എതിരെ നിൽക്കുന്ന ഒരു ഓപ്പോസിറ്റ് സെക്സിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അവരെ കാണുമ്പോൾ
അയ്യേ അല്ലെങ്കിൽ മോശം എന്നുള്ള രീതിയിൽ കാണുന്ന രീതിയിൽ ആരെയും അവരുടെ ജീവിതത്തിലേക്ക് ഇൻട്രാക്ട് ചെയ്ത് എടുക്കില്ല. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ ആരെല്ലാമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നോ അവരെയെല്ലാം ആ ഒരു സമൂഹം അല്ലെങ്കിൽ ചുറ്റിനുമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് നോക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് മതിപ്പ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സെലക്ട് ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് ഇത്രയും ഏജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷനൊക്കെ ഇവരുമായിട്ട് ഒരുപാട് വ്യത്യസ്തമായി നിൽക്കുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവരുടെ ജീവിതവുമായിട്ട് അങ്ങോട്ട് സൂട്ട് ചെയ്ത് പോത്തില്ലെങ്കിൽ ഒരിക്കലും ഡിവൈൻ ഫെമിനിൻ എനർജി, ഡിവൈൻ മസ്കുലിൻ എനർജി ഇത്തരത്തിലുള്ള ആ ഒരു കൗണ്ടർ ഹാഫിനെ പൂർണ്ണമായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് ആദ്യമൊന്നും സ്വീകരിക്കില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇതൊരു വല്ലാത്തൊരു ഷോക്കിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഇവരെ കാണുമ്പോൾ വളരെ അട്രാക്റ്റീവാണ്. മറ്റുള്ളവരെ വെച്ച് പെരുമാറുന്ന സമയത്ത് ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾക്ക് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സൂത്തിങ് ഇഫക്റ്റ് ഒക്കെ തോന്നും. വളരെയധികം അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾക്ക് കുട്ടിക്കാലത്തൊക്കെ എത്രയോ നാൾ കളിച്ച് വളർന്ന് ആ ഒരു രീതിയിലുള്ള ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ എതിരെ നിൽക്കുന്ന ആളിനുണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം അവരുമായിട്ട് ചിലവഴിക്കാൻ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലിരിക്കുന്ന അതേ ഐഡിയാസ് അവർ തിരിച്ചു പറയുമ്പോൾ ഒക്കെ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ വളരെ ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള ആ ഒരു സമൂഹത്തിനെ സൊസൈറ്റിയുമായിട്ട് അവർ എത്രത്തോളം കണക്റ്റഡ് ആയിട്ടുള്ള ലോജിക്കായിട്ടൊക്കെ ചിന്തിക്കുന്ന ആ ഒരു രീതിയും അവരുടെ ആ ഒരു ഓരോ ആക്ഷൻസും എവിടെയാണ് ആ ഒരു ഗോൾ ചെന്ന് സെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ പൂർണ്ണമായിട്ടും ഡിസ്കാർഡ് ചെയ്ത് കളയത്തതേ ഉള്ളൂ. കാരണം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നെഗറ്റീവ് ഇഫക്ട്സ് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയാത്തതുകൊണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരം എന്ന് പറയുന്നത് ഒരുപാട് അഡിക്ഷൻസ്, അറ്റാച്ച്മെൻറ്റ്സിനെല്ലാം ഇരയായിരിക്കുന്ന ഒന്നാണ്. കാരണം ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു മദർലി നേച്ചർ അല്ലെങ്കിൽ ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്. അല്ലെങ്കിൽ ആദിപരാശക്തിയായ അമ്മയുടെ ആ ഒരു എനർജി ആയതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ എത്ര പെയിൻ ഉണ്ടെങ്കിലും അത് നമ്മളൊന്ന് കരയുക അല്ലെങ്കിൽ മറ്റ് കൂടെയുള്ള ആളുകളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്തെല്ലാം അതൊന്ന് ഷെയർ ചെയ്ത് ഒക്കെ നമ്മൾ പറയുമ്പോൾ അത്തരത്തിലൊക്കെ നമ്മളൊന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും ഒരു റിലീഫ് കിട്ടും. അതുമാത്രമല്ല പിന്നെ നമ്മൾ ആ ഒരു സ്പിരിച്വലി നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നമ്മളുടെ കാര്യങ്ങൾ എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്പിരിച്വലി കുറച്ച് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം എന്താണ് എന്നൊക്കെയുള്ള ആ ഒരു മെറ്റാഫിസിക്കൽ ആക്ഷനിലേക്ക് നമ്മൾ പതുക്കെ പോവുകയും അങ്ങനെ നമ്മൾ ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ പെയിനെല്ലാം ഹീൽ ചെയ്ത് അത്തരത്തിലൊരു കുറച്ചൊന്ന് ലെവൽ ഉയർന്ന ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത് കൂടുതൽ അറിവ് നമ്മൾക്ക് കിട്ടുകയും അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ ഹൈ ഇൻഡ്യൂഷനൊക്കെ ആയിക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഹീൽ ചെയ്ത് അത്തരത്തോളം ഉയർത്തി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് ഒരിക്കലും അത്തരത്തിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഒന്നും പെട്ടെന്നൊന്നും പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്ക് ഉള്ളിൽ ഒരുപാട് ആ ഒരു പെയിൻ, അത്തരത്തിൽ ആ ഒരു വേദന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ ചൂഷണം ചെയ്ത ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ അതിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പെയിൻ എല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അഡിക്ഷൻസ്, അറ്റാച്ച്മെൻറ്റ്സിലേക്കൊക്കെ പോകും. അത് ചിലപ്പോൾ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് ഓപ്പോസിറ്റ് സെക്സിലുള്ള കാർമിക് റിലേഷൻഷിപ്പിൽ പോയി അത്തരത്തിലുള്ള സെക്സ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലാവാം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മറ്റ് വേണ്ടാത്ത തരത്തിലുള്ള വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കാണുകയും ഫ്രണ്ട്സുമായിട്ടൊന്ന് ചാറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ ആ ഒരു ഇൻട്രാക്ഷൻ ഒക്കെ ജീവിതം ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് പെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആങ്കർ അല്ലെങ്കിൽ ആ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്രഷൻ ഒന്നും അവർക്കുള്ളിലിങ്ങനെ വെച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിങ്ങനെ അവരിങ്ങനെ ഒരു ഐസ്ബർഗ് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് അതിൽ നിന്ന് ഒരുപാട് ആ ഒരു
ഹീറ്റൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സിലേക്കൊക്കെ പോയിക്കൊണ്ട് അവരുടെ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് അവർ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് കാർമിക് റിലേഷൻഷിപ്പ് വൺ ആഫ്റ്റർ ദി അതർ എന്നുള്ള രീതിയിൽ അവർ ചെന്ന് വീഴും. അപ്പോൾ ഒന്ന് ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യൂണിവേഴ്സൽ ഫോഴ്സ് തന്നെ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ല, നിങ്ങളുടെ ആ ഒരു കൗണ്ടർ ഹാഫ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പെയിൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരുപാട് പെയിൻഫുൾ ഓപ്പർച്യൂണിറ്റീസും ഒബ്സ്റ്റക്കിൾസും അവരുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ കുറേയൊക്കെ അവർ ആ ഒരു മസ്കുലിൻ എനർജിയുടെ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് ഒരു കിങ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നിന്നുകൊണ്ട് അതിനെ സ്ട്രഗിൾ ചെയ്തൊക്കെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ അവർ ആ റിലേഷൻഷിപ്പ് നിർത്തിയിട്ട് അടുത്ത ആളിനെ കാണുമ്പോൾ ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് അങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോവുക, അവരുമായിട്ടൊക്കെ പല രീതിയിലുള്ള സെക്ഷൽ ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഡിസയേഴ്സ് എല്ലാം അവർ കാണിക്കുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടുകാരുമായിട്ട് ചേർന്ന് അവരുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ജീവിതം കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ആ ഒരു ഫാമിലിയായിട്ട് കുറച്ച് സമയം അവർക്ക് സന്തോഷമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊന്നും ഇവരെ തന്നെ അവർ അനുവദിക്കാതിരിക്കുക. അങ്ങനത്തെ എല്ലാം കാര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നത് കൊണ്ട് ഇവർക്ക് ആ ഒരു അകത്ത് അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പെയിൻ എന്ന് പറയുന്നതിനെ അവർക്ക് റിലീസ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ അത് ഹീല് ചെയ്ത് ആ ഒരു സറണ്ടറിങ് മോഡിലേക്ക് ഈശ്വരീയ ചൈതന്യത്തിലേക്ക് വരാനൊന്നും പെട്ടെന്നൊന്നും സാധിക്കാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള മെത്തേഡിലൂടെയൊക്കെ പോയി അവരുടെ ആ ഒരു പെയിനും പ്രഷറും എല്ലാം റിലീസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു കാർമിക് സിറ്റുവേഷനിൽ കാർമിക് റിലേഷൻഷിപ്പിൽ പല ആളുകളുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു കംഫർട്ട് സോണുണ്ട്. അതായത് എതിരെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് അവർക്ക് പലതരത്തിലുള്ള ടാക്ടിക്സ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിലും എതിരെ നിൽക്കുന്ന ആളിനെ വളച്ചൊടിച്ച് ഇവരുടെ ആ ഒരു രീതിയിലൊക്കെ വശത്താക്കാം. അവർ പറയുന്ന രീതിയിലേക്കൊക്കെ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റീവ് നേച്ചറിലൊക്കെ ഇവരുടെ കൂടെ ഒക്കെ നിന്ന് ആ ഒരു കാർമിക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം എന്നൊക്കെ വയ്ക്കുമ്പോൾ അവരുടെ ഡിവൈൻ കൗണ്ടർ ഹാഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു കംഫർട്ട്നെസ് കിട്ടത്തില്ല. കാരണം ഡിവൈൻ കൗണ്ടർ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ തന്നെ സോളിൻ്റെ ഒരു ഹാഫാണ്. അപ്പോൾ ഇവർ പലതരത്തിലും സാധാരണ ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കാർമിക് പാറ്റേൺസ് എല്ലാം ഇവരുടെ അടുത്തേക്ക് എടുക്കുന്ന സമയത്ത് അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും അത് പുറത്ത് ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് തന്നെ ഒരു ട്രിഗറിങ് കിട്ടുക, ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഡോമിനേറ്റീവ് നേച്ചറിന് ഒരു അടി കിട്ടുക എന്നൊക്കെ ഉള്ള രീതി വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു വല്ലാത്ത ട്രിഗറിങ്ങും സിറ്റുവേഷനും വരുമ്പോൾ എന്താ എല്ലാവരുടെ അടുത്തും ഇതൊക്കെ നമുക്ക് ടാക്ടിക്സ് അപ്ലൈ ചെയ്യാം. ഒരുപാട് ഫീമെയിൽ കാറ്റഗറിയെ ഞാൻ ഇതിനു മുമ്പ് ഹാൻഡിൽ ചെയ്ത് പോയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഫീമെയിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ ടാക്ടിക്സ് ഒന്നും ഇവിടെ വർക്കൗട്ട് ചെയ്യാത്തത് എന്താ, നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പ് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരതിനനുസരിച്ച് ടാക്ടിക്സ് അപ്ലൈ ചെയ്ത് മാറി നിൽക്കുന്നുണ്ടല്ലോ, എനിക്കൊരു തരത്തിലും ഇവരെ എൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജി വിചാരിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഡിവൈൻ ഫെമിനിൻ എനർജി നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഉള്ളിൽ നമ്മളിങ്ങനെ കുറഞ്ഞ് എത്രയോ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ പെയിൻ, അല്ലെങ്കിൽ നമ്മളുടെ ഫിയർ ബേസ്ഡ് അപ്രോച്ച്, അല്ലെങ്കിൽ നമ്മളുടെ വൾണറബിലിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്കെയർഡ് സിറ്റുവേഷനിലൊക്കെയാണ് അവർ വന്ന ഒരു ടവർ മൊമെൻ്റ് പോലെ പിടിച്ചു കുലുക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ പിടിച്ചു കുലുക്കുമ്പോൾ ഈ ഫിയറാണ് നമ്മളുടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് വല്ലാത്ത ട്രിഗർ ചെയ്യും. അത് നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിനെ വല്ലാതെ അത് ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ എതിരെ നിൽക്കുന്ന ആളുകളോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും ആ ഒരു രീതിയിൽ ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ റണ്ണർ ചീസർ മോഡ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ മോഡിലേക്കൊക്കെ അത് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ഒരു ശരീരം എന്ന് പറയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ലോ സെൽഫ് എസ്റ്റീമാണ്. അവരെക്കുറിച്ച് തന്നെ അവർക്കൊരു മതിപ്പില്ല. കാരണം നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഇത്രയും ജീവിത അനുഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല. അത് ആ ഒരു ഉള്ളിൽ വെച്ചുകൊണ്ട് എൻ്റെ വേദനകളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് അടുത്ത ആൾ വരുമ്പോൾ അവരിലേക്ക് നമ്മൾ ആ വേദന തന്നെയാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ മാത്രം വേദനിച്ചാൽ പോരാ, എതിരെ നിൽക്കുന്ന ആളും അതുപോലെ വേദനിക്കുമ്പോൾ വേദന എന്താണെന്ന് അവരറിയണം എന്നുള്ളൊരു
ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ ഡിവൈൻ മസ്കുലിൻ എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീമിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വേറൊരു വ്യക്തി അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജി അവരുടെ അടുത്തേക്ക് വന്ന് ഇത്തരത്തിൽ എന്ത് ടാക്ടിക്സ് അപ്ലൈ ചെയ്താലും അവരിൽ വർക്കൗട്ട് ആവത്തില്ല എന്നൊക്കെ വയ്ക്കുമ്പോൾ അവർ വിചാരിക്കും, ഡിവൈൻ മസ്കുലിൻ എനർജി വിചാരിക്കും ഇത് എനിക്ക് ശരിയാവത്തില്ല, നമ്മളുമായിട്ട് തട്ടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴും അവർ നമ്മളെക്കാട്ടി ഒരു ഡോമിനേറ്റീവ് നേച്ചറിൽ ഉയർന്നു നിൽക്കും, അത് ശരിയാവത്തില്ല. അതുമാത്രമല്ല ഇവർക്ക് ഏജ് ഗ്യാപ്പ് ഉണ്ട്, അത് സമൂഹവും ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇന്നർ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇത്രയും ട്രിഗർ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇത്രയും പെയിൻ, അല്ലെങ്കിൽ ഇത്രയും മുറിവുകൾ ഹീൽ ചെയ്യാനുള്ള അത്രയും ട്രോമാസ് എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ മനസ്സിലാക്കാതെ അവർ ഇത്തരത്തിലുള്ളൊരു അപ്രോച്ചിലൂടെ പോയിക്കൊണ്ട് ആ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ശ്രമം നടത്തും. അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജിയെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എല്ലാ ട്രിഗറിങ്ങും പെയിനും ഒരു ദിവസം തന്നെ ഒരു മൾട്ടിപ്പിൾ ടൈംസ് അവർ മാക്സിമം വേദനിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാം ഓപ്പർച്യൂണിറ്റീസും ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ അടുത്ത് ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് അത്രത്തോളം ഒരു ത്രാസിൻ്റെ അല്ലെങ്കിൽ ഒരു കോമൺ ബാലൻസിൻ്റെ രണ്ട് തട്ട് പോലെ ഈക്വലായിട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് ഈശ്വരീയ ചൈതന്യത്തിലേക്ക് തേടി ഒരു സറണ്ടറിങ് മോഡിലേക്ക് ചെന്ന് അവരുടെ ഈഗോയ്ക്ക് വളരെയധികം ഡെത്ത് സംഭവിച്ച് ഒരു ഹീലിംഗ് വർക്കൊക്കെ ചെയ്യണം എന്ന് സ്വയം തോന്നി ആ ഒരു രീതിയിലൊക്കെ ചെയ്ത് മെഡിറ്റേഷനിലേക്കൊക്കെ വരണം എന്ന് പറഞ്ഞാൽ നോർമലി ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരത്തിന് അത്ര പെട്ടെന്നൊന്നും അവർ സമ്മതിക്കില്ല. ആ ഒരു ഡോമിനേറ്റീവ് നേച്ചറിൽ ഞാൻ ആക്ഷൻ ചെയ്യും, ആക്ഷൻസ് എടുക്കും, അതിനനുസരിച്ചുള്ള ഗോൾസ് എനിക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലൊരു ഈശ്വരീയ ചൈതന്യം ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു രീതിയിലൊരു സറണ്ടറിങ് മോഡിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉള്ള ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ പോകെ അവിടെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡിവൈൻ ഫെമിനിൻ എനർജി എപ്പോഴും ഭക്തിയോഗത്തിനെ ഉയർത്തി നിർത്തിക്കൊണ്ട് അതിൻ്റെ താഴെ കർമ്മയോഗത്തിനെ നിർത്തിക്കൊണ്ട് ഭക്തിയോഗത്തിലൂടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് നമ്മളുടെ പഴയ കർമ്മങ്ങളെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് ആ ഒരു പിന്നെ ചെയ്യുന്ന കർമ്മം എല്ലാം ധർമ്മമായി മാറണം എന്നുള്ള രീതിയിൽ നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും സറണ്ടർ ചെയ്ത് നിൽക്കുക. എന്നാൽ ഡിവൈൻ മസ്കുലിൻ എനർജി വഹിച്ചു നിൽക്കുന്ന ആ ഒരു ശരീരം എന്ന് പറയുന്നത് ഭക്തിയോഗത്തിനെ താഴ്ത്തി നിർത്തിക്കൊണ്ട് കർമ്മയോഗത്തിനെ ഉയർത്തി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്ന് വെച്ചാൽ ഭക്തിയുണ്ട്, ഈശ്വരനുണ്ട്, ഈശ്വരീയ ചൈതന്യം ഉണ്ട്, അതൊക്കെ സത്യമാണെങ്കിലും അവിടെ ആ ഒരു ഭക്തിയെ താഴ്ത്തി നിർത്തിക്കൊണ്ട് കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കർമ്മങ്ങൾ ആണ് നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം റിയൽ ലൈഫിലേക്ക് വരിക. അപ്പോൾ ആ കർമ്മം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കാൻ പാടില്ല. കർമ്മങ്ങൾ ഇങ്ങനെ നമ്മൾ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കൊരു അവേക്കനിങ് അല്ലെങ്കിൽ ഒരു അസെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ടവർ മൊമെൻ്റ് പോലെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒക്കെ നമ്മളുടെ മുന്നിൽ വന്ന് വാൽമീകി മഹർഷിക്ക് ഒരു തിരിച്ചറിവ് കിട്ടിയതുപോലെ ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഒക്കെ ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ അവർ ആ ഒരു രീതിയിൽ കർമ്മങ്ങൾ അപ്പോഴും കർമ്മയോഗത്തിൽ നിന്ന് കർമ്മങ്ങൾ ചെയ്യും. പക്ഷേ അപ്പോൾ കർമ്മങ്ങൾ വളരെ ശുദ്ധമായ രീതിയിൽ ശരിയായ രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ സറണ്ടറിങ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ രീതിയിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് അവർ ആ ഒരു രീതിയിലേക്ക് വന്ന് അവരുടെ കർമ്മം വളരെ ശുദ്ധമാക്കി ധർമ്മമാക്കി ചെയ്യുന്നതാണ് ഡിവൈൻ മസ്കുലിൻ എനർജി. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന സമയത്ത് പറയും എൻ്റെ കൗണ്ടർ ഹാഫ് എന്ന് പറയുന്നത് ലോ വൈബ്രേഷനാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഭക്തി അല്ലെങ്കിൽ സറണ്ടറിങ് അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും അവർക്കറിയില്ല, അവർക്കതൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു ഭക്തിയോഗത്തിനെ താഴ്ത്തി കർമ്മയോഗത്തിനെ ഉയർത്തി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്തു പോകുമ്പോൾ അവർക്ക് ഫെമിനിൻ എനർജിയെ പോലെ അവർക്ക് ഭക്തിയോഗത്തിനെ ഉയർത്തി നിർത്തിക്കൊണ്ടെല്ലാം ഈശ്വരനാണ്, ഈശ്വരീയ ചൈതന്യമാണ്, അതിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി ഒരിത്തിരി മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു ലെവല് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ഡിവൈൻ എനർജി കാണിച്ചു കൊടുക്കും. എത്ര ഓപ്പർച്യൂണിറ്റി എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കറങ്ങി തിരിഞ്ഞൊക്കെ പോയാലും അവസാനം ആ ഒരു ഡെസ്റ്റിനി പോയിന്റിൽ ആരുമായിട്ട് ചേർന്ന് നിൽക്കണോ അവിടെ തന്നെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അനുഭവങ്ങളൊക്കെ കൊടുത്ത് അവർ ആ ഒരു രീതിയിൽ അവരെ തന്നെ അവരുടെ പെയിൻ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ട്രോമാസ് എല്ലാം വളരെയധികം ഹീൽ ചെയ്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. പക്ഷേ അതിന് ഒരുപാട് സമയമെടുക്കും. അതിന് ഡിവൈൻ ഫെമിനിൻ എനർജി വളരെ പേഷ്യൻ്റായിട്ട്
ആ ഒരു രീതിയിൽ നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എത്രത്തോളം ഇംപ്രവൈസേഷൻ വന്നു, അല്ലെങ്കിൽ അവർ എന്താ മാറാത്തെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി എന്ത് ചെയ്തു കൊടുക്കണം എന്നുള്ള ചിന്തകളെല്ലാം വിട്ടിട്ട് നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് ഡിവൈൻ ഫെമിനിൻ എനർജി അതിനെ കണക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളതിനെ എല്ലാം വിട്ടിട്ട് നമ്മളിൽ തന്നെ സെൽഫ് സെൻറ്റേർഡ് ആയിക്കൊണ്ട് സെൽഫ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് എപ്പോഴും നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് ഈഗോയ്ക്ക് ഡെത്ത് സംഭവിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അങ്ങനെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലെ ആളെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സമൂഹം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നൊന്നും നോക്കാതിരിക്കുമ്പോൾ നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആവും. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡിസിഷൻ എടുത്ത് ഇൻഡ്യൂഷൻ ഹൈ ആയതുകൊണ്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ജീവിക്കാനൊക്കെയുള്ള എല്ലാ എബിലിറ്റിയും നമുക്ക് കിട്ടി. അതിനനുസരിച്ച് പ്രപഞ്ചശക്തി ഓപ്പർച്യൂണിറ്റി ഇട്ട് തരുമ്പോൾ അതിനെ വളരെയധികം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു ഡിവൈൻ വെർഷനിലേക്ക് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നോർമലി ആ ഒരു പ്രപഞ്ചശക്തി തന്നെ എന്താണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് മിഷൻ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇനി കൗണ്ടർ ഹാഫിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഏതായാലും നമ്മളെ ആ ഒരു രീതിയിൽ നമ്മുടെ ലൈഫ് പർപ്പസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം, അതായത് ഡിവൈൻ മസ്കുലിൻ എനർജി എന്തുകൊണ്ട് ഇത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും ട്രിഗറിങ്ങും ഡിവൈൻ ഫെമിനിൻ എനർജിക്ക് കൊടുക്കുന്നു എന്നുള്ളതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.